വെൽക്കം. ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ 19 വരെ ഡിസ്കസ് ചെയ്തു. Now we are moving to question number 20. A frog tries to come out of a dried well of 4.5 meter deep with slippery walls. Every time frog jump 30 centimeter, slice down 15 centimeter, what is the number of jumps required for the frog to come out of the well? Okay. സോ ഇവിടെ എന്താ പറയുന്നത്, ടോട്ടൽ 4.5 മീറ്റർ ഉണ്ട് എന്ത് വെല്ലെന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കണം, ഒരു യൂണിറ്റ് സെൻറ്റിമീറ്ററിലും ഒരു യൂണിറ്റ് മീറ്ററിലുമാണ്. മീറ്ററിനെ എപ്പോഴും എന്താക്കുക, സെൻറ്റിമീറ്റർ ആക്കുക. സോ 4.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ സെൻറ്റിമീറ്റർ ആക്കും, അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 450 സെൻറ്റിമീറ്റർ. സോ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, 450 സെൻറ്റിമീറ്റർ ഫ്രോഗിന് ട്രാവൽ ചെയ്യണം. ഈ ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകത, ഫ്രോഗ് താഴെ നിൽക്കുകയാണ്. ആദ്യം ഫ്രോഗ് 30 മീറ്റർ ചാടി ഇവിടെ എത്തി, എയിലെത്തി. പക്ഷേ വെല്ല് സ്ലിപ്പറി ആയതുകൊണ്ട് ആളാകെ സ്ലൈഡ് ചെയ്തിട്ട് ഇവിടെ വന്ന് പകുതി, 15 മീറ്റർ താഴെ വന്ന്. സോ ഇപ്പോൾ അയാൾ എഫക്റ്റീവായിട്ട് എത്ര ഡിസ്റ്റൻസ് ചാടിയിട്ടുള്ളൂ, ഇത്രയും ഡിസ്റ്റൻസ് എഫക്റ്റീവായിട്ട് ചാടിയിട്ടുള്ളൂ. അതെത്രയാണ്, 30 നിന്ന് 15 പോയാൽ 15 മീറ്റർ. അതായത് ഫ്രോഗ് ഓരോ തവണ ചാടുമ്പോഴും എഫക്റ്റീവ് എത്ര മീറ്ററെ ട്രാവൽ ചെയ്യൂ, 15 മീറ്ററെ ട്രാവൽ ചെയ്യൂ. കാരണം അടുത്ത പോയിന്റ് ബിയിൽ നിന്ന് വീണ്ടും ചാടി സിയിലെത്തി. സോ 15 നിന്ന് ചാടി 45-ലെത്തി, പിന്നെയും സ്ലൈഡ് ചെയ്ത് ഇവിടെ വന്നു, അതായത് പോയിന്റ് എയിൽ വന്നു. അതെത്രയാണ്, 30. സോ 15 ദെൻ 30. സോ ഓരോ ചാട്ടത്തിലും ഫ്രോഗ് എഫക്റ്റീവായിട്ട് എത്ര ചാടൂ, 15 സെൻറ്റിമീറ്ററെ ചാടത്തുള്ളൂ. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം 15 ചാടി, ദെൻ 30, ദെൻ 45, 60, 75, 90, 105, 120, 135, 150, 165, 180, 195, 210, 225, 240, 255, 270, 285, 300. 15, 330, 345, 360, 375, 390, 405, 420, 420 നിന്ന് ഡയറക്റ്റ് ജമ്പ് 450. സോ ഇനി നമുക്ക് എത്ര ജമ്പ് ഉണ്ടെന്ന് എണ്ണി നോക്കാം അല്ലേ. 6, 12, 18, 24 എല്ലാം കൂടെ 29 ജമ്പ്. സോ ടോട്ടൽ 29 ജമ്പ് വേണ്ട വന്നു എത്താൻ വേണ്ടി. സോ എന്ത് ചെയ്തു, ആള് 60 കഴിഞ്ഞു, ദെൻ 75-ലേക്ക് വന്നു, ദെൻ 75 ടു ജമ്പ് 90. ഓക്കെ, ദെൻ 15 വെച്ച് കൂടി 420 എത്തി. 420-ക്ക് ശേഷം ആൾ എന്ത് ചെയ്തു, ഒറ്റ ജമ്പിൽ 450 എത്തി. 15 അല്ല അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്, ഡയറക്റ്റ് 30 ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒറ്റ ജമ്പിൽ എന്ത് ചെയ്തു, 420-ൽ നിന്ന് ഒറ്റ ജമ്പിലേക്ക് 450 എത്തി. സോ ടോട്ടൽ എത്ര ജമ്പ്, ടോട്ടൽ 29 ജംസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 29 ആണ് ആൻസർ. ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, if x is greater than or equal to 25, y is less than or equal to 40, then which of the following is always correct? എപ്പോഴും ശരിയായിരിക്കണം. x is greater than y. So if x is greater than or equal to 26, x is greater than or equal to 26, y is less than or equal to 40. Question first x is greater than y. Always correct എന്നാണ്. ഓക്കെ, എപ്പോഴും അത് ശരിയായിരിക്കണം. ആണോ? ഞാൻ x 27 എടുത്തു, y 39 എടുത്തു. ആരാണ് ഗ്രേറ്റർ? y ഈസ് ഗ്രേറ്റർ ദാൻ x. സോ എപ്പോഴും x ഗ്രേറ്റർ ദാൻ y ആണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. y മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 15. y മൈനസ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 15 ആണെന്ന് ഇവിടെ തന്നെ എടുക്കാമല്ലോ. y മൈനസ് എക്സ് എത്രയാ? 39 മൈനസ് 27 എത്ര കിട്ടും? 39 മൈനസ് 27 ഈസ് 12 കിട്ടും അല്ലേ? 12 കിട്ടും. 12 ഇവിടെ എത്രയായിരുന്നു? y മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 15. y മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആണോ?
അല്ല, ആൻസർ ഈസ് റോങ്. ഇറ്റ് ഈസ് 12. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം 2 തെറ്റാണ്, ഓപ്ഷൻ 2ഉം തെറ്റാണ്. അടുത്തത് y മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. യെസ്, അത് പോസിബിൾ ആണ്. y മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? യെസ്, 15. സോ ഞാൻ എന്ത് ചെയ്യുന്നു? y 40 എടുക്കുന്നു, x 25 എടുക്കുന്നു. എത്ര കിട്ടും? 15 അല്ലെ? y മൈനസ് എക്സ്. അടുത്തൊരു വാല്യൂ y 39, x 25 തന്നെ നിർത്താം, 14. അടുത്തത് y 38, x 25 തന്നെ 13. സോ വാല്യൂ എന്താണ്? കുറഞ്ഞാണ് വരുന്നത്. സോ മാക്സിമം 15 ആണ് കിട്ടുക y മൈനസ് എക്സ് മാക്സിമം. പിന്നീട് വരുന്ന വാല്യൂസ് ഒക്കെ 15 താഴെയായിരിക്കും. സോ y മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ. എക്സ് പ്ലസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 65. എക്സ് പ്ലസ് വൈ എപ്പോഴും 65നേക്കാളും ഗ്രേറ്റർ ആയിരിക്കാം. നോക്കാം, ഞാൻ x 26 എടുത്തു, y 30 എടുത്തു, ആഡ് ചെയ്തേ 56 അല്ലേ? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 65 അല്ലേ വന്നത്? ലാസ്റ്റ് ഓപ്ഷനിൽ എക്സ് പ്ലസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 65 എന്നാണ്, വിച്ച് ഈസ് റോങ്. 56 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 65. ഓക്കെ, സോ ഇവിടെ ആൻസർ ഏതാണ്? യെസ്, ആൻസർ ഈസ് y മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി ട്രിപ്ലെറ്റ്സ് എക്സ് വൈ സെഡ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 6? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 6 കിട്ടണം. അതുപോലത്തെ എത്ര ട്രിപ്ലെറ്റ്സ് ഉണ്ടെന്നാണ്? ട്രിപ്ലെറ്റ്സ് 3 നമ്പേഴ്സ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? 1 പ്ലസ് 2 പ്ലസ് 3 6 ആണ്. ഓക്കെ, 1 പ്ലസ് 3 പ്ലസ് 2 അതും 6 ആണ് അല്ലേ? ഇനി ഞാൻ അറേഞ്ച് ചെയ്യുന്നു. 2 പ്ലസ് 1 പ്ലസ് 3 6 ആണ്. 2 പ്ലസ് 3 പ്ലസ് 1 അതും 6 ആണ്. വീണ്ടും അറേഞ്ച് ചെയ്യുന്നു. 3 പ്ലസ് 1 പ്ലസ് 2 6 ആണ്. 3 പ്ലസ് 2 പ്ലസ് 1ഉം എന്താണ്? 6 ആണ് അല്ലേ? ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് നാച്ചുറൽ നമ്പർ എന്നേ പറയുന്നുള്ളൂ. അതായത് നമ്പർ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു? 4 പ്ലസ് 1 പ്ലസ് 1 എന്നെടുത്തു, 6 കിട്ടി. അടുത്തത് 1 പ്ലസ് 4 പ്ലസ് 1 എന്നെടുത്തു, 6 കിട്ടി. 1 പ്ലസ് 1 പ്ലസ് 4 എന്നെടുത്തു, അതും 6 കിട്ടി. എനിക്ക് എന്ത് ചെയ്യാം? നമ്പർ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? 2 പ്ലസ് 2 പ്ലസ് 2 എടുക്കുന്നു, 6 കിട്ടും. ഇവിടെ ആകെ പറയുന്നത് എക്സും വൈയും സെഡും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അവരെന്താകണം? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അവർക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ എനിക്ക് എന്താണ്? റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. റെപ്പറ്റീഷൻ അലൗഡ് ആണ്. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 10 പോസിബിലിറ്റി ഉണ്ട് അല്ലേ? സോ ടോട്ടൽ 10 പോസിബിലിറ്റി. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ജസ്റ്റ് നാച്ചുറൽ നമ്പർ എന്നേ പറയുന്നുള്ളൂ അല്ലേ? അല്ലാതെ നമ്പർ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നോ റെപ്പറ്റീഷൻ അലൗഡ് അല്ലെന്നോ ഒന്നും പറയുന്നില്ല. ദാറ്റ് മീൻസ് യു ക്യാൻ ഗോ ഫോർ റെപ്പറ്റീഷൻ. ദർ ഇസ് നോ ഇഷ്യൂ വിത്ത് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 22. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് വന്നു കഴിഞ്ഞാൽ, let P be a 2-digit number and Q be the number consisting of same digits written in reverse order. അതായത് ഇപ്പോൾ P ഞാൻ എന്ത് ചെയ്യുന്നു? P ഈസ് ഈക്വൽ ടു AB എടുത്താൽ Q എന്ന് പറഞ്ഞാൽ BA ആയിരിക്കും. Now it is given that P into Q is equal to 2430. 2430. Then what is the difference between P and Q? Pയും Qയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? P and Q കണ്ടുപിടിക്കണം. P and Q കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുന്ന വെച്ചാൽ 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 2430 ഡിവൈഡ് ചെയ്തു 1215. ഇനി 3 വെച്ച് പോകാം 405. ഇനിയും 3 വെച്ച് പോകും 135. വീണ്ടും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം 45. 3 15 3 5. ഓക്കെ, സോ ഇതിൽ P ഇൻറ്റു Q എനിക്ക് വേണം. P ഇൻറ്റു Q.
പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പി ക്യൂ 36 ആണെങ്കിൽ പി 36 ആണെങ്കിൽ ക്യൂ 63 ആയിരിക്കും. ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കിയേ, എനിക്ക് ഏത് നമ്പറിനെ അങ്ങനെ എഴുതാൻ പറ്റുമെന്ന്, ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ? എനിക്ക് ഈ ഒരു പോസിബിലിറ്റി, ഈ ഒരു സെറ്റിൽ നിന്ന് എനിക്ക് ഒരു നമ്പർ കിട്ടുമോ? യെസ്, അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 27 എടുക്കുന്നു. 27 എടുത്താൽ എനിക്ക് ഓപ്പോസിറ്റ് 72 കിട്ടണം. എന്ത് കിട്ടണം? 72. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 81 എടുക്കുന്നു. 81 എടുത്താൽ എനിക്ക് എന്ത് കിട്ടണം? 18 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് 18 കിട്ടാനില്ല. നമ്മൾ എന്ത് ചെയ്യാം? 9 × 5 54. 9 × 5 54. 27 × 2 ചെയ്താലും 54 ആണ് കിട്ടുക. പക്ഷേ എനിക്ക് 54 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത നമ്പർ 74 വേണം കിട്ടാനല്ലേ. പിന്നെ എനിക്ക് 3 ഡിജിറ്റ് നമ്പർ ആകാനും പാടില്ല. കണ്ടീഷൻ എന്താണ്? 3 ഡിജിറ്റ് നമ്പർ ആകാൻ പാടില്ല. ദാറ്റ് ഈസ് എ കണ്ടീഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യണം. കോമ്പിനേഷൻ ട്രൈ ചെയ്യുമ്പം യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ഫോർ പി ആൻഡ് എ വാല്യൂ ഫോർ ക്യൂ. സോ ദാറ്റ് ഈസ് പി മൈനസ് ക്യൂ എന്ത് കിട്ടും? ഓക്കെ. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ കോമ്പിനേഷൻ നോക്കിയേ. 2 × 3 × 3 എത്ര കിട്ടും? 18 കിട്ടും അല്ലേ. ഇവിടെ പക്ഷേ 3 × 3 × 3 × 5 ചെയ്താൽ 18 കിട്ടുമോ? ഇല്ല, 18 കിട്ടത്തില്ല. അല്ലെങ്കിൽ 81 നമുക്ക് കിട്ടത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇതിനെ അങ്ങ് 27 ആക്കി. ഇതിനെ 27 ആക്കി ഇൻറ്റു 2 54. ഇത് നോക്കിയേ, 9 × 5 45. ഇതെനിക്ക് പോസിബിൾ ആണ് അല്ലേ. 54 ആൻഡ് 45. സോ ഞാൻ എന്ത് ചെയ്തു? പി 54 മൈനസ് ക്യൂ 45 ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് അത് തന്നെ കിട്ടിയില്ലേ. 54 മൈനസ് 45 ആൻസർ എത്രയാണ്? 9 അല്ലേ. ആൻസർ ഈസ് 9. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ആൻസർ എത്രയേ കിട്ടുകയുള്ളൂ? 9. സോ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഫാക്ടറൈസ് ചെയ്യുമ്പം ആദ്യത്തെ 4 നമ്പർ എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 54. അവസാനത്തെ 4 നമ്പർ എടുക്കുമ്പോൾ 45. ഇതിൻ്റെ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്തതല്ലേ ഇത്. 54ൻ്റെ ഡിജിറ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം 45 കിട്ടും. സോ പി ഈസ് 54 ആൻഡ് ക്യൂ ഈസ് 45. 54 മൈനസ് 45 9 കിട്ടും. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ continue with more questions. Okay? Yes. So that's all for today. Thank you everyone.